PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2019 ജൂൺ മുതൽ 2020 നവംബർ വരെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു നാലാമത്തെ വീഡിയോ ആണിത്. മുൻ വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ ഒന്നല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ അവിടെ പിൻ ചെയ്യുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിലൊന്ന് നോക്കുക, അവിടെ പിൻ ചെയ്യുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇന്ന് പഠിക്കുന്നത് 2019 ഓഗസ്റ്റ് 1. ജൂൺ 1 ഇട്ടിരുന്നു, ജൂൺ 15 വീഡിയോ ഇട്ടിരുന്നു. ആ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ജൂലൈ 1 പഠിച്ചു നമ്മൾ, ജൂലൈ 15 പഠിച്ചു. ഒരു മാസം 2 വട്ടമാണ്. 1-ാം തീയതിയും 15-ാം തീയതിയാണ് PSC ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2019 ഓഗസ്റ്റ് 1. നോക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് അയൽ രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനാണ് ആ രാജ്യത്തെ സിവിൽ സർവീസ് കമ്മീഷൻ ഇന്ത്യയുമായി 2019 ജൂണിൽ കരാറിൽ ഏർപ്പെട്ടത്? ആൻസർ മാലിദ്വീപാണ്. ഏത് അയൽ രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനാണ് ആ രാജ്യത്തെ സിവിൽ സർവീസ് കമ്മീഷൻ ഇന്ത്യയുമായി 2019 ജൂണിൽ കരാറിൽ ഏർപ്പെട്ടത്? മാലിദ്വീപ്. ചന്ദ്രയാൻ 2-ൻ്റെ ഭാഗമായ റോബോട്ടിക് റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. ചന്ദ്രയാൻ 2-ൻ്റെ ഭാഗമായ റോബോട്ടിക് റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. ലാൻഡറിൻ്റെ ഭാഗമാണ് വിക്രം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവായ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥം 1998 അതായത് ചന്ദ്രയാൻ 2-ൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചന്ദ്രയാൻ 2 അറിഞ്ഞിരിക്കണം. എന്തായാലും പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ കൃത്യമായി അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ചന്ദ്രയാൻ, ഗഗൻയാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. LP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 1998 ജ്ഞാനപീഠം ജേതാവ് ഈയിടെ അന്തരിച്ചു. അദ്ദേഹമാണ് ഗിരീഷ് കർണാട്. ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് ഏത്? ഹയവദന, യയാതി, തുഗ്ലക്ക്, നാഗമണ്ഡല. അപ്പോൾ ഗിരീഷ് കർണാട് 1998 ജ്ഞാനപീഠ ജേതാവാണ് ആര്? ഗിരീഷ് കർണാട്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. തുഗ്ലക്ക്, ഹയവദന, യയാതി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നാഗമണ്ഡല എന്നിവയാണ്. 1970 ദേശീയ അംഗീകാരം ലഭിച്ച സംസ്കാര എന്ന ചലച്ചിത്രം ആരുടെ നോവലിനെ ആക്കിയായിരുന്നു? അപ്പോൾ ഡോക്ടർ UR അനന്തമൂർത്തിയുടെ സംസ്കാര എന്ന ചലച്ചിത്രം 1970 ദേശീയ അംഗീകാരം കിട്ടി. എന്തിന്? സംസ്കാരായി എന്ന ചലച്ചിത്രത്തിന്. ആരുടെ നോവലിനെ ആസ്പദമാക്കി? UR അനന്തമൂർത്തി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ സംസ്കാര എന്ന ചിത്രത്തിൻ്റെ ഗിരീഷ് കർണാട് ആദ്യമായിട്ട് അഭിനയിക്കുകയും തിരക്കഥ എഴുതുകയും ചെയ്ത സിനിമയാണ്. അദ്ദേഹം മരിച്ചുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. PSC ഇങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ സംസ്കാര എന്ന ചിത്രം ഗിരീഷ് കർണാട് ആദ്യമായി അഭിനയിക്കുകയും തിരക്കഥ എഴുതുകയും ചെയ്തതാണ്. ഗിരീഷ് കർണാട് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് വംശവൃക്ഷ. ഗ്രീസിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ആര്? കുര്യാക്കോസ് മിസോഡക്കി. എന്താണ്? കുര്യാക്കോസ് മിസോഡക്കി. എവിടുത്തെ പ്രധാനമന്ത്രി? ഗ്രീസിലെ പുതിയ പ്രധാനമന്ത്രിയാണ്. ആര്? കുര്യാക്കോസ്. കുര്യാക്കോസ് അല്ല, കിര്യാക്കോസ് ആണ് കേട്ടോ. കിര്യാക്കോസ് മിസോഡക്കിയാണ്. കിര്യാക്കോസ് അല്ലേ? ഓക്കെ, കീയാണ്. നമ്മൾ കേട്ട് പരിചയമുള്ള പേരല്ലേ കുര്യാക്കോസ് എന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയത്? 2019 വിന്നറാരാ? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ഇംഗ്ലണ്ട് വിന്നറാണ്. ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടാണ് അവർ വിന്നറായതല്ലേ. ഫസ്റ്റ് ഇംഗ്ലണ്ട്, സെക്കൻഡ് ന്യൂസിലൻഡാണ്.
ഈയിടെ അന്തരിച്ച മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റാണ് HM ഇർഷാദ്. ഈയിടെ അന്തരിച്ച മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റാണ് ആര്? HM ഇർഷാദ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ ചോദിക്കാം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂസിലാൻഡ് ക്യാപ്റ്റനാണ് ആര്? കെയ്ൻ വില്യംസൺ അല്ലേ? കെയ്ൻ വില്യംസൺ. ഇംഗ്ലണ്ടിൻ്റെ ബെൻ സ്റ്റോക്സ് ആണ് ഫൈനലിലെ താരം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂസിലൻഡ് ക്യാപ്റ്റനാണ് കെയ്ൻ വില്യംസൺ. ഇംഗ്ലണ്ടിൻ്റെ ബെൻ സ്റ്റോക്സ് ആണ് ഫൈനലിലെ താരം. ഛത്തീസ്ഗഡിൻ്റെ പുതിയ ഗവർണർ ആരാണ്? അനസൂയ ഉയിക്കെ ആണ്. ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ. ഭൂപേഷ് ബാഗൽ അല്ലേ ഛത്തീസ്ഗഡിൻ്റെ CM ആരാണ്? ഭൂപേഷ് ബാഗൽ. നിലവിലെ പുതിയ CM മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രിമാരുടെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡിൻ്റെ പുതിയ ഗവർണറാണ് ആര്? അനസൂയ ഉയിക്കെ. ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോഴത്തെ CM ആണ്, ചീഫ് മിനിസ്റ്റർ ആണ് ആര്? ഭൂപേഷ് ബാഗൽ. ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയിലെ നിലവിലെ മുഖ്യമന്ത്രിമാരുടെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കേട്ടോ, അതും കാണുക. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ ഗവർണർ. ഛത്തീസ്ഗഡിൻ്റെ പുതിയ ഗവർണർ ആരാ? അനസൂയ ഉയിക്കെ. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ ഗവർണർ ആരാ? ആന്ധ്രാപ്രദേശിൻ്റെ ആരാ? വിശ്വഭൂഷൺ ഹരിശ്ചന്ദ്രനാണ്. വിശ്വഭൂഷൺ ഹരിശ്ചന്ദ്രനാണ്. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാ? നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? YS ജഗൻമോഹൻ റെഡ്ഡി. ആരാണ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി? YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. അപ്പോൾ ഗവർണറോ? വിശ്വഭൂഷൺ ഹരിശ്ചന്ദ്രനാണ്. പഠിച്ച് തന്നെ പോകണം കേട്ടോ. പിന്നെ നിങ്ങളിത് നോക്കാനൊന്നും നിൽക്കണ്ട, ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. ഓപ്ഷൻ കണ്ടാൽ നമുക്ക് കിട്ടുവേ. ഇപ്രാവശ്യത്തെ വിംബിൾഡൺ ടെന്നീസ് താരം നൊവാക്ക് ജോക്കോവിച്ച് ആണ്. 2019. ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാ ടെന്നീസുമായി ബന്ധപ്പെട്ടത് പ്രിലിമിനറി എക്സാമിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2019 വിംബിൾഡൺ അല്ലേ? 2019 വിംബിൾഡൺ പുരുഷ ടെന്നീസ് ചാമ്പ്യനാണ് നൊവാക്ക് ജോക്കോവിച്ച്. ആരെ തോൽപ്പിച്ചു? റോജർ ഫെഡററെ തോൽപ്പിച്ചു. ലോക ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാ? ലോക ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് അൻഷുല കാന്ത്. ആരാണ്? അൻഷുല കാന്ത്. പ്രവാസികാര്യ വകുപ്പിൻ്റെ പുതിയ സെക്രട്ടറി ആരാണ്? പ്രവാസികാര്യ വകുപ്പിൻ്റെ പുതിയ സെക്രട്ടറിയാണ് വികാസ് സ്വരൂപ്. പ്രവാസികാര്യ വകുപ്പിൻ്റെ പുതിയ സെക്രട്ടറി വികാസ് സ്വരൂപാണ്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതലുള്ള വൻകര. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കയിലാണ്. ചൈനയിൽ നിന്ന് ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ മലയാളി. ചൈനയിൽ നിന്ന് ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ആര്? MJ രാധാകൃഷ്ണൻ. പ്രശസ്തനായ ഛായാഗ്രഹനായിരുന്നു. അത് ഈയിടെ അന്തരിച്ചു. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ചൈനയിൽ നിന്ന് ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ് അവാർഡ് നേടി MJ രാധാകൃഷ്ണൻ. ചാരക്കുറ്റം ചുമത്തി പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ച കൽഭൂഷൺ ജാദവിൻ്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത്. ചാരക്കുറ്റം ചുമത്തി പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് നടപ്പാക്കുന്നത് തടഞ്ഞു. കുൽഭൂഷൺ ജാദവിൻ്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞാര്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, നെതർലൻഡ്
ഹേഗാണ് ആസ്ഥാനം. അപ്പം കൽഭൂഷൺ ജാദവിൻ്റെ വധശിക്ഷ തടഞ്ഞ കോടതിയാണിത്, UN-ൻ്റെ അല്ലേ, UN-ൻ്റെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഹേഗിലെ കോടതിയിൽ നടന്ന വാദത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ ആരാണ്? ഹേഗിലെ കോടതിയിൽ നടന്ന വാദത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ ആരാത്? അതിൻ്റെ ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? ഹരീഷ് സാൽവെയാണ് കേട്ടോ. ഹരീഷ് സാൽവെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഈയിടെ അന്തരിച്ച പാസ്വേഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ആരാണ്? ഈയിടെ അന്തരിച്ച പാസ്വേഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഫെർണാണ്ടോ കോർബറ്റോ. ഈയിടെ അന്തരിച്ച പാസ്വേഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ഫെർണാണ്ടോ കോർബറ്റോ. വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹരായത്? നിശാഗന്ധി പുരസ്കാരം PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് പഠിച്ചിരിക്കണം. വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹരായത് പാറശാല പൊന്നമ്മാളും TV ഗോപാലകൃഷ്ണനുമാണ്. സംഗീതത്തിന് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ളവർക്കാണ് എന്ത് കൊടുക്കുന്നത്? സംഗീതത്തിന് കൊടുത്തിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. എന്ത് അവാർഡ്? നിശാഗന്ധി പുരസ്കാരം. ആർക്കൊക്കെ കിട്ടി? പാറശാല പൊന്നമ്മാളും TV ഗോപാലകൃഷ്ണനുമാണ് കിട്ടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ജെഫ് ബെസോസ്, ആമസോണിൻ്റെ ഓണർ അല്ലേ. 12,500 കോടിയാണ്. ഇതിപ്പം മാറി മാറി വരുവേ, അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികൻ ബെർണാഡ് അർണോട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികനാണ് ബെർണാഡ് അർണോട്ട്. 10,760 കോടി ആസ്തി. ലോകസമ്പന്നരിൽ 3-ാം സ്ഥാനം മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ്സിൻ്റെ ആസ്തി 10,700 കോടി രൂപയാണ്. അപ്പം ഫസ്റ്റ് നമ്മുടെ ജെഫ് ബെസോസ്, സെക്കൻഡ് ബെർണാഡ് അർണോട്ട്, തേർഡ് ബിൽഗേറ്റ്സ്. യൂറോപ്യൻ കമ്മീഷൻ്റെ തലപ്പത്തെത്തിയ ആദ്യത്തെ വനിത ആരാണ്? യൂറോപ്യൻ കമ്മീഷൻ്റെ തലപ്പത്ത് എത്തിയ ജർമ്മൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ആര്? ഉർസുല വോൺ ഡെർ ലയൻ. യൂറോപ്യൻ കമ്മീഷൻ്റെ തലപ്പത്ത് എത്തിയ ആദ്യത്തെ വനിതയാണ് ആര്? ഉർസുല വോൺ ഡെർ ലയൻ. ജർമ്മൻ പ്രതിരോധ മന്ത്രിയാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി വിഭജിച്ച് രൂപം നൽകിയ പുതിയ ജില്ലയാണ് തെങ്കാശി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി വിഭജിച്ച് രൂപം നൽകിയ പുതിയ ജില്ലയാണെന്ത്? തെങ്കാശി. ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക രാഷ്ട്രത്തലവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക രാഷ്ട്രത്തലവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കിം ജോങ് ഉൻ. അറിയാമല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ? കിം ജോങ് ഉൻ. ഇപ്രാവശ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചതാരാണ്? എല്ലാവരും വിഷമിച്ചതല്ലേ അല്ലേ? ഇന്ത്യ തോറ്റം വിഷമിച്ചില്ലേ? ഞാൻ വിഷമിച്ചിട്ടോ. ഇപ്രാവശ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച ടീമാണ് ന്യൂസിലൻഡ്. പക്ഷേ ഇംഗ്ലണ്ടിനോട് അവർ തോറ്റുപോയി. ഏത് ടീമിനെ സെമിയിൽ പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഈ പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനലിലെത്തിയത്? അപ്പം നമ്മളെ തോൽപ്പിച്ചിട്ട് ന്യൂസിലൻഡ് വന്നു. ഇംഗ്ലണ്ട് വന്നതോ? ഓസ്ട്രേലിയനെ തോൽപ്പിച്ചിട്ട് ഇംഗ്ലണ്ടും വന്നു. അപ്പോൾ ഓസ്ട്രേലിയനെ തോൽപ്പിച്ചിട്ട് ഇംഗ്ലണ്ട് വന്നു, നമ്മളെ തോൽപ്പിച്ചിട്ട് ന്യൂസിലൻഡ് വന്നു. എന്നിട്ട് ഇംഗ്ലണ്ട് ആരെ തോൽപ്പിച്ചു? ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ട് കപ്പ് അവർ സ്വന്തമാക്കി. ഓക്കെ. രാജിവെച്ച ബ്രിട്ടൻ്റെ അമേരിക്കൻ സ്ഥാനപതി. രാജിവെച്ച ബ്രിട്ടൻ്റെ അമേരിക്കൻ സ്ഥാനപതി കിം ഡാരേക്ക്. ഈയിടെ അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി ദാമോദരൻ കാളാശ്ശേരി. മന്ത്രിയാണ് ദാമോദരൻ കാളാശ്ശേരി. G20 ഉച്ചകോടിക്ക് വേദിയായ ജാപ്പനീസ് നഗരം. G20 ഉച്ചകോടിക്ക് വേദിയായ
ജാപ്പനീസ് നഗരം ഒസാക്ക ആണ്. ഒസാക്ക. G20 ഉച്ചകോടി ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് ശ്രീ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. യൂറോപ്യൻ പാർലമെൻറ്റ് പ്രസിഡന്റ് ആരാണ്? ഡേവിഡ് സസ്സോളി. യൂറോപ്യൻ പാർലമെൻറ്റ് പ്രസിഡൻ്റാണ് ആര്? ഡേവിഡ് സസ്സോളി. യൂറോപ്യൻ പാർലമെൻറ്റ് പ്രസിഡന്റ് ഡേവിഡ് സസ്സോളി. 2.5 വർഷമാണ് കാലാവധി. ഇറ്റാലിയൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ്. നീതി ആയോഗ് CEO ആയി 2 വർഷം കൂടി തുടരുന്ന കേരള കേഡറിൽ നിന്നുള്ള IAS ഓഫീസറാണ് അമിതാഭ് കാന്ത്. നീതി ആയോഗ് CEO ആയി 2 വർഷം കൂടി തുടരുന്ന കേരള കേഡറിൽ നിന്നുള്ള IAS കാരനാണ് ആര്? അമിതാഭ് കാന്ത്. ഡെൻമാർക്കിൻ്റെ പുതിയ പ്രധാനമന്ത്രി മെറ്റി ഫ്രെഡറിക്സൺ. ഡെൻമാർക്കിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മെറ്റി ഫ്രെഡറിക്സൺ. ICCയുടെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ICCയുടെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ സ്ഥാനം പിടിച്ച 6ാമത്തെ ഇന്ത്യക്കാരൻ അതാണ് സച്ചിൻ. ICCയുടെ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ സ്ഥാനം പിടിച്ച 6ാമത്തെ ഇന്ത്യക്കാരനാണ് സച്ചിൻ. ഈയിടെ അന്തരിച്ച മുൻ കേരള ഗവർണർ ഷീല ദീക്ഷിതാണ്. എല്ലാവർക്കും അറിയാലോ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ്. വനിതാ സിംഗിൾസ് സിമോണ ഹാലപ്പാണ്. 2019 വിംബിൾഡൺ വനിതാ ജേതാവാണ് സിമോണ ഹാലപ്പ്. ഏറ്റവും കൂടുതൽ കാലം ഇസ്രയേൽ ഭരിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇസ്രയേൽ ഭരിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു. നാഗാലാൻഡിൻ്റെ പുതിയ ഗവർണർ ആരാ? നാഗാലാൻഡിൻ്റെ പുതിയ ഗവർണർ ആരാ? RN രവിയാണ്. കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന RN രവിയാണ്. നാഗാലാൻഡിൻ്റെ പുതിയ ഗവർണർ ആരാണ്? RN രവിയാണ്. നാഗാലാൻഡിൻ്റെ CM ആരാന്നറിയോ? നാഗാലാൻഡിൻ്റെ CM ആരാന്ന് ചോദിച്ചാലോ? നെയ്ഫ്യൂ റിയോ ആണ്. നാഗാലാൻഡിൻ്റെ CM ആണ് നെയ്ഫ്യൂ റിയോ. നാഗാലാൻഡിൻ്റെ ഗവർണർ ആരാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരള കേഡറിൽ നിന്നുള്ളയാളല്ലേ. അപ്പം RN രവിയാണ്. അപ്പം 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഗവർണർമാരെയും നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചല്ലേ. മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വച്ചേക്കണേ. ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയണോ? ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണർ ആരാന്നാ പറഞ്ഞേ? വിശ്വാസ് ഭൂഷൺ ഹരിശ്ചന്ദ്രൻ അല്ലേ? വിശ്വാസ് ഭൂഷൺ ഹരിശ്ചന്ദ്രൻ അല്ലേ? നമ്മളിവിടെ പഠിച്ചു നോക്കിയേ. വിശ്വഭൂഷൺ ഹരിശ്ചന്ദ്രൻ അല്ലേ? ഛത്തീസ്ഗഡിൻ്റെ ഗവർണറാണ് അനസൂയ ഉയികെ. പിന്നെ ഛത്തീസ്ഗഡിൻ്റെ CM ആരാന്ന് പറഞ്ഞ ഭൂപേഷ് ബാഗൽ. അപ്പം മറക്കല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22-നാണ് കേട്ടോ. 2019 ജൂലൈ 22. ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റും പിന്നെ വർഷവും, മറന്നു പോവരുത്. തിരുനെല്ലൂർ പുരസ്കാരത്തിന് അർഹനായത് PK ഗോപിയാണ്. തിരുനെല്ലൂർ പുരസ്കാരം PK ഗോപി. ലോകത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിൽ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV Mark 3. GSLV Mark 3 ആണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കൾ അൾജീരിയ. വലിയ ആഫ്രിക്കൻ രാജ്യം എന്നറിയപ്പെടുന്ന അൾജീരിയ അല്ലേ? വലിയ ആഫ്രിക്കൻ രാജ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, അൾജീരിയ ആണ് കേട്ടോ. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ
ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് വിവേക് കുമാർ. പുറത്തു വച്ചേക്കണേ, വിവേക് കുമാർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി നിയമിതനായ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് എല്ലാവർക്കും അറിയാം അല്ലേ, ബോറിസ് ജോൺസൺ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത്. കൺസർവേറ്റീവ് പാർട്ടി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബോറിസ് ജോൺസൺ ആണ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ഇന്ത്യക്കാരൊക്കെ? ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ അംഗങ്ങൾ ഋഷി സുനാക്, പ്രീതി പട്ടേൽ, അലോക് ശർമ്മയാണ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ഇന്ത്യക്കാർ ഋഷി സുനാക്, പ്രീതി പട്ടേൽ, അലോക് ശർമ്മ. വയലാർ സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായ സംസ്ഥാന മന്ത്രി KK ശൈലജയാണ്. വയലാർ സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായത് KK ശൈലജ. ഈയിടെ അന്തരിച്ച മുൻ ചൈനീസ് പ്രധാനമന്ത്രി ലീ പെങ് ആണ്. ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് ഒക്ടോബറിൽ വേദിയാകുന്നത് കഴിഞ്ഞു കേട്ടോ. എവിടെ? ആഗോള ആയുർവേദ ഉച്ചകോടി 2019 നടന്നത് കൊച്ചിയിലാണ് കേട്ടോ. 2019 നടന്നത് കൊച്ചി. അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ രാജ്യത്ത് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയത്. അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് രാജ്യത്ത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഈയിടെ അന്തരിച്ച മലയാള കവിയാണ് ആര്? ആറ്റൂർ രവിവർമ്മയാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഇത്രയാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണണേ. ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണാൻ മറക്കരുത്. PSC ബുള്ളറ്റിൻ 10,000 GK എന്ന് ടൈപ്പ് ചെയ്താൽ വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ അതുപോലെ തന്നെ ഓഗസ്റ്റ് 15, സെപ്റ്റംബർ 1, സെപ്റ്റംബർ 15 അങ്ങനെ നമ്മൾ 2020 നവംബർ വരെയുള്ള PSC ബുള്ളറ്റിനിൽ കറണ്ട് അഫേഴ്സ് തുടർച്ചയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം പഠിച്ചെടുക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്യുക. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഉടനെ ഞാൻ ഓഗസ്റ്റ് 15 അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.